ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ച് ധാരാളം വർണ്ണിക്കാറുണ്ട്. എന്താണ് ശരിക്കും ട്രേഡിംഗ് സൈക്കോളജി, എന്തെല്ലാം റൂൾസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ റൂൾസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഫ്രണ്ട്സ്, ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് സ്റ്റോക്ക് പിക്കിനെയാണ്. ട്രേഡിംഗ് എന്നൊരു സംഗതി റിലേറ്റീവ്ലി ഈസിയാണ്. കറക്റ്റ് സ്റ്റോക്ക് പിക്കാണ് ഏറ്റവും വലിയ ചലഞ്ചിങ്ങും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയും. റൈറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിനെ പിക്ക് ചെയ്താൽ മാത്രമേ ട്രേഡിംഗ് എന്ന് പറയുന്ന അടുത്ത പാർട്ട് കറക്റ്റ് ആകത്തുള്ളൂ. റൈറ്റ് സ്റ്റോക്ക് പിക്ക് അല്ല എങ്കിൽ ട്രേഡ് ചെയ്യുന്ന അടുത്ത പാർട്ടിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റൈറ്റ് സ്റ്റോക്കിനെ പിക്ക് ചെയ്യാൻ പഠിക്കേണ്ടതാണ്. ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിനെ നിങ്ങൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ മാസ്റ്റർ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള റൈറ്റ് സ്റ്റോക്ക് പിക്കിനെ പഠിക്കണം. സ്റ്റോക്ക് പിക്ക് എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് മോസ്റ്റ് ചലഞ്ചിങ് വൺ. സ്റ്റോക്ക് പിക്ക് നഷ്ടമാണെങ്കിൽ, സ്റ്റോക്ക് പിക്ക് കറക്റ്റ് അല്ല എങ്കിൽ തീർച്ചയായും നഷ്ടം വരാനുള്ള സാധ്യതകളാണ് മുമ്പിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൻ്റെ അകത്ത് സഹതാപമോ അല്ലെങ്കിൽ ആരെങ്കിലും കാരുണ്യമോ ഒന്നും അർഹിക്കുന്നില്ല. ശരിക്കും മാർക്കറ്റ് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. ഇവിടെ താങ്കൾ പഠിച്ച വ്യക്തിയാണോ, താങ്കളുടെ പാഷൻ എന്തുമാത്രമുണ്ട്, താങ്കൾ എന്തുമാത്രം എഫർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്കിനെ പിക്ക് ചെയ്യുന്നത്, അത് മാത്രമേ അതിൻ്റെ അകത്ത് വാലിഡ് ആയിട്ടുള്ളൂ. ശരിക്കും താങ്കൾക്ക് റൈറ്റ് സ്റ്റോക്ക് പിക്കിനെ കുറിച്ച്, റൈറ്റ് സ്റ്റോക്ക് പിക്ക് എങ്ങനെ എടുക്കുന്നതിനെ കുറിച്ച്, അതെങ്ങനെ ഏത് രീതിയിൽ കണ്ടെത്തുന്നതിനെ കുറിച്ച് പഠിക്കണം എന്ന് താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത 19 സെഷൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. proswip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള മൈൻഡും വേണം, മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള സമയവും വേണം. ഇത് രണ്ട് കാര്യങ്ങളും ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ. ധാരാളം മനസ്സിലാക്കാനുണ്ട്, ധാരാളം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ അകത്ത് ഏതാനും കാര്യങ്ങളാണ് പറയുന്നത്, താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു, താങ്കളുടെ സക്സസ്സിന് വേണ്ടി, താങ്കളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. നമ്പർ 1, ഏത് സ്റ്റോക്ക് മേടിക്കാൻ പോയാലും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റീസൺ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ സ്റ്റോക്ക് മേടിക്കാൻ പോകണം, എന്താണ് റീസൺ? അത് സ്റ്റോക്കിൻ്റെ ബിസിനസ് പരമായിട്ട് റീസൺ ആയിരിക്കാം, ചിലപ്പോൾ സെക്ടർ പെർഫോം ചെയ്ത റീസൺ ആയിരിക്കാം, സ്റ്റോക്കിൻ്റെ ഓവറോൾ 1 year 2 yearലെ പെർഫോമൻസിൻ്റെ റീസൺ ആയിരിക്കാം, സ്റ്റോക്ക് വർക്ക് ചെയ്യുന്ന സെക്ടറിൻ്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിരിക്കാം. ഇതെല്ലാം കൂടെ ചേർന്നുള്ള മോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരിക്കും. വാട്ട് എവർ ബി ദി റീസൺ, ആ റീസൺ ആദ്യം എഴുതി വയ്ക്കുക. ഇതാണ് റീസൺ, ദീസ് ആർ ദി റീസൺസ്, അതാണ് ഞാൻ മേടിക്കാൻ ഉള്ള കാരണം. റീസൺസ് കറക്റ്റാണ് എങ്കിൽ സ്റ്റോക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഒരു സംശയം വേണം. പക്ഷേ കറക്റ്റ് റീസണെ കണ്ടെത്തുന്നതിലാണ് ഏറ്റവും വലിയ ബ്രില്യൻസ് ഇരിക്കുന്നത്. ശരിക്കും അതിൻ്റെ ധാരാളം വായിക്കണം, ധാരാളം റിസർച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്പർ 1 അതാണ്. നമ്പർ 2 എന്താണ്? നമ്പർ 2 എന്ന് വെച്ചാൽ ആൾക്കാർ സാറിന് സ്റ്റോക്ക് മേടിച്ചിട്ട് ബ്ലൈൻഡായിട്ടായിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് വയ്ക്കാറില്ല, ടാർഗറ്റ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. നല്ല ശോന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. താങ്കൾ അങ്ങനെ ആകാൻ പാടില്ല. താങ്കൾ സ്റ്റോക്ക് മേടിച്ചാൽ താങ്കളുടെ ബൈയിങ് ഫിലോസഫി എന്താണ്? ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, അതോ എന്നെ കണക്കൊരു ഷോർട്ട് ടൈം ട്രേഡർ ആണോ? എൻ്റെ ട്രേഡ്സൊക്കെ 3 months ആണ്, അല്ലെ 10 days ആണ് ട്രേഡ്. 3 monthsൻ്റെ ടാർഗറ്റ് അല്ല, 10 daysൻ്റെ ടാർഗറ്റ്. 10 daysൻ്റെ 3 monthsൻ്റെ ടാർഗറ്റ് അല്ല, ലോങ് ടൈമിലെ ടാർഗറ്റ്സ്. എന്താണ് താങ്കളുടെ ട്രേഡ് ഫിലോസഫി? ആ ഫിലോസഫിയുടെ ബേസിൽ താങ്കളുടെ ടാർഗറ്റ് പക്കയായിരിക്കണം. ആ ടാർഗറ്റിലേക്ക് സ്റ്റോക്ക് എത്തിയാൽ അറ്റ്ലീസ്റ്റ് 50% എങ്കിലും എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ട്രെയിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പറ്റും, പക്ഷേ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞത് സ്ട്രെങ്ത് ഉള്ള സമയത്ത് വേണം സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാനായിട്ട്. വീക്ക്നെസ് സമയത്തല്ല ഇറങ്ങേണ്ടത്, സ്ട്രെങ്ത് ആയിരിക്കുന്ന സമയത്ത് വേണം സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അറ്റ്ലീസ്റ്റ് 50% ബുക്ക് ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് സ്ട്രോങ് ആയിരിക്കണം ശരിക്കും. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, സ്റ്റോപ്പ് ലോസ് ഫിലോസഫി എന്താണ്? എത്ര പെർസെൻ്റ് ആ സ്റ്റോപ്പ് ലോസ് ഫിലോസഫി? എന്നെ കണക്ക് 1% വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ, അല്ല 5% വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതോ 10% വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? ഓരോ ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഫിലോസഫിയാണുള്ളത്. ഫിലോസഫിയെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്ന സംഗതി. എപ്പോഴും സ്റ്റോപ്പ് ലോസ് നോക്കിയിട്ട് മാത്രമേ എൻട്രി ചെയ്യാവുള്ളൂ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്താണ് ഫിലോസഫി, അതിൻ്റെ അകത്ത് ക്ലാരിറ്റി ഉണ്ടാക്കണം. സ്റ്റോക്ക് താഴെ വന്നു, സ്റ്റോപ്പ് ലോസ് വീണ്ടും താത്തി, വീണ്ടും സ്റ്റോക്ക് താഴെ പോയി, വീണ്ടും താത്തി, അത് ചെയ്യാൻ പാടില്ല. ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് ലോജിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്ത് താങ്കൾ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസിനെ ഒരു കാരണവശാലും ഇളക്കാൻ തട്ടാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 days ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ല, 3 monthsൻ്റെ സ്റ്റോപ്പ് ലോസ്, 3 monthsൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ല, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ലോസ്. എല്ലാം വ്യത്യസ്തമാണ് ശരിക്കും. ആ ഫിലോസഫി ക്ലിയർ ആണെങ്കിൽ മാത്രമേ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ഫിക്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരിക്കലും താഴെ പോകുന്ന സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാൻ പാടില്ല വിതൗട്ട് എ വാലിഡ് റിട്ടേൺ റീസൺ. നമുക്ക് ആവറേജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് റിട്ടേൺ റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ സംഗതി. ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, സ്റ്റോക്കിൻ്റെ ഫണ്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, ആ സെക്ടറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, ദർ ആർ സോ മെനി തിങ്സ്. സ്റ്റോക്കിൻ്റെ ഓവറോൾ മോട്ട് ബെറ്ററായി വന്നിട്ടുണ്ടോ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒരു എക്സാമ്പിൾ പറയാം. റവന്യൂ കണ്ടമാനം കയറുന്നു. കയറുന്നതനുസരിച്ച്
ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റോ ഇബിറ്റിയോ ഒന്നും കയറുന്നില്ല. ഇത് നേരെ താഴെ പോകുകയാണെങ്കിൽ മനസ്സിലാക്കണം, മോട്ട് സ്റ്റോക്കിൻ്റെ സ്പെഷ്യാലിറ്റി അത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും റവന്യൂ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ അനാലിസിസ് പക്കയാകത്തുള്ളൂ. സോ റവന്യൂവിൽ ഗ്രോത്ത് വന്നാൽ ആ ഗ്രോത്തിനേക്കാളും ബെസ്റ്റ് ഗ്രോത്ത് ഇബിറ്റിയിലും കൊടുക്കണം, നെറ്റ് പ്രോഫിറ്റിലും കൊടുക്കണം, EPSലും കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഇത് കാര്യമുള്ളൂ. റവന്യൂ ഗ്രോ ചെയ്യുന്നു, ബാക്കിയുള്ള ക്രിട്ടിക്കൽ ഫാക്ടേഴ്സൊക്കെ താഴെ പോകുകയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, കമ്പനിയുടെ മോട്ടെന്ന് വെച്ചാൽ എന്താ, കമ്പനിയുടെ സ്പെഷ്യാലിറ്റി വീക്കൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇങ്ങനെ എഴുതാപ്പുറങ്ങൾ കണ്ടമാനം വായിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. സ്റ്റോക്ക് ട്രേഡിങ്ങിലും കറക്റ്റ് സ്റ്റോക്ക് പിക്കിലും എന്നുള്ള കാര്യം എടുത്തു പറയും. അടുത്ത പോയിന്റ്, ധാരാളം ആൾക്കാർ എന്താ പറയുക, റിവെഞ്ച് ട്രേഡ് ചെയ്യാറുണ്ട്. പല ആൾക്കാരും റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നത് ഇത്രയൊന്നും നഷ്ടം അടുത്ത ട്രേഡിൽ ഹ്യൂജായിട്ട് മേക്കപ്പ് ചെയ്യാന്നുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് ചെയ്യുന്നത്. പക്ഷേ മെജോറിറ്റി ഓഫ് ദി കേസസിലും അത് വീണ്ടും കൂടുതൽ നഷ്ടത്തിലേക്കാണ് പോയി ഫൈനലി എത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക, ലൂസിനെ കുറിച്ച് ആദ്യം പഠിക്കുക. എവിടെ ലൂസ് സംഭവിച്ചു? സ്റ്റോക്ക് പിക്കിലാണോ ലൂസ് സംഭവിച്ചത്? ട്രേഡിൻ്റെ മാനേജ്മെൻറ്റിലാണോ ലോസ് സംഭവിച്ചത്? അതോ പ്രോഫിറ്റ് വന്നിട്ട് അത് വീണ്ടും ലൂസിലേക്ക് പോയ കേസാണോ? ഇതൊക്കെ ആദ്യം പഠിക്കുക. അതോ സ്റ്റോപ്പ് ലോസിൻ്റെ പ്ലേസ്മെൻറ്റിൽ ഫെയിലിയർ വന്നുകൊണ്ട് ലൂസ് സംഭവിച്ചതാണോ? പഠിച്ചതിന് ശേഷം ഇതേ സാധനം നമ്മൾ മനസ്സിലാക്കി അത് പല പല സ്റ്റോക്കുകളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അത് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ട്രേഡിലേക്ക് കയറാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകൾ വല്ല കൂടിക്കിട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇങ്ങനത്തെ കറക്ഷൻസ് വളരെ അത്യാവശ്യമാണ് മാർക്കറ്റ് നിലനിൽക്കാനായിട്ട്. അടുത്ത പോയിന്റ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, ഓവർ സ്ട്രെച്ചഡ് ആയിട്ടുള്ള ഓവർ എക്സ്റ്റെൻഡ് സ്റ്റോക്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. എക്സ്റ്റൻഷൻ ആയി കഴിഞ്ഞു, സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി ജ്യൂസ് ഒന്നുമില്ല, സ്റ്റോക്ക് താഴെയുള്ള സാധ്യതകളാണ് കൂടുതലെങ്കിൽ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നമുക്ക് FOMO ഒക്കെ നമുക്ക് വരും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടൊക്കെ വരും. അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് മാർക്കറ്റിൻ്റെ ബിഹേവിയറിൻ്റെ പാർട്ടാണ് ശരിക്കും. പക്ഷെ നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു പരിധിവരെ മാറിയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എക്സ്റ്റൻഷൻ ചെക്ക് ചെയ്യണം, എന്തുമാത്രം എക്സ്റ്റൻഡ് ആണ്. ഈ എക്സ്റ്റൻഡ് അനുസരിച്ചുള്ള ഇതിന് മുമ്പ് എവിടെയെങ്കിലും സ്റ്റോക്ക് ഒന്ന് കൂൾ ഓഫ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല എങ്കിൽ എപ്പോൾ വേണേലും ഏത് സ്ട്രോങ് സ്റ്റോക്ക് ആണെങ്കിലും എപ്പോൾ വേണേൽ കൂൾ ഓഫ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. അടുത്ത പോയിന്റ്, ഡെയിലി മാർക്കറ്റ് എൻവയർമെൻറ്റ് മനസ്സിലാക്കുക. എത്ര സ്ട്രോങ് സെക്ടർ ആണെങ്കിലും എത്ര സ്ട്രോങ് സ്റ്റോക്ക് ആണെങ്കിലും ഏറ്റവും വലുത് മാർക്കറ്റിൻ്റെ എൻവയർമെൻ്റ് ആണ്. എൻവയർമെൻറ്റ് വീക്ക് ആണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക, കഴിവതും നമ്മുടെ ഏതെങ്കിലും സ്റ്റോക്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കഴിവതും ബുക്ക് ചെയ്ത് മാറുക എന്നൊക്കെയുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇതൊക്കെ എൻവയർമെൻറ്റ് വീക്ക് ആകുമ്പം വീണ്ടും സ്റ്റോക്ക് താഴുമ്പോൾ നമുക്ക് വീണ്ടും എൻട്രി തരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എൻവയർമെൻറ്റ് വീക്കായിക്കൊണ്ടിരിക്കുന്നു, കണ്ടീഷൻ വീക്കായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ മിനിമൈസ് ചെയ്യുക. നമ്മുടെ സ്റ്റോക്കിൽ എന്തെങ്കിലുമൊക്കെ ലാഭത്തിൽ കിടക്കുന്ന സ്റ്റോക്കിൽ ലാഭം കഴിവതും ബുക്ക് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 50% ബുക്ക് ചെയ്തിട്ട് മാറുക. അല്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറെ കൂടെ ടൈറ്റൈൻ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾക്കൂടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത പോയിന്റ്, ഇപ്പോഴത്തെ മാർക്കറ്റിലെ ബിഗസ്റ്റ് പിവറ്റ് എന്ന് പറയുന്നത് ക്രൂഡിൻ്റെ പ്രൈസാണ്. അതിനോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ്, ഇത് രണ്ട് കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കറൻറ്റ് മാർക്കറ്റ് ഡോളർ ഇൻഡെക്സ് ഇന്ത്യക്കടക്ക് എമർജിംഗ് മാർക്കറ്റിന് എപ്പോഴും നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഡോളർ ഇൻഡെക്സിൻ്റെ ചാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ക്രൂഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൺട്രിയെ സംബന്ധിച്ച് ക്രിട്ടിക്കലായിട്ടുള്ള രണ്ട് പിവറ്റ്സ് ആണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. ഈ രണ്ട് പിവറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ട്രേഡ്സിനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഹെഡ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. വേറെ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ചാടി വീഴുന്നു ഒരു സ്റ്റോക്കിൽ. ഇതാണ് ഹെർഡ് മെൻറ്റാലിറ്റി എന്നുള്ള കൺസെപ്റ്റ്. ശരി, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ ഏത് സാധനം മേടിക്കാൻ പോയാലും നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫാമിലിയുടെ ഫണ്ട് മാനേജറാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ പേരൻസിൻ്റെ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ പാർട്ട്ണറൊക്കെ ഫണ്ട് മാനേജറാണ്. നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഓരോ മൊമെൻറ്റിലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് മസ്റ്റാണ് ശരിക്കും. കാര്യം കൂടെ നിൽക്കാൻ ഒരു 10,000 പേര് മേടിക്കുന്ന സമയത്തേക്ക് കാണുമായിരിക്കാം, പക്ഷേ പെട്ടുപോയാൽ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കി വിടണം ട്രേഡിലേക്ക് വരാനായിട്ട്. അതിന് വേണ്ട സംഗതി എന്താ, ട്രേഡിനെ കുറിച്ച് ഇത് വലിയൊരു ബിസിനസ്സാണ് ശരിക്കും. ഈ ബിസിനസ്സിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കുക, സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാകത്തുള്ളൂ, സസ്റ്റൈനബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. രണ്ട് കാര്യങ്ങളും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. സോ താങ്ക് യു സോ മച്ച്. ഈ കാര്യങ്ങൾ താങ്കൾ തീർച്ചയായും താങ്കളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും താങ്കളുടെ ട്രേഡിംഗ് ലൈഫിനെ അത് ബെറ്റർമെൻ്റ് ആവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.